പറഞ്ഞോ സമാനായിട്ട് പറഞ്ഞോ. ആ ഷൂ ഉടക്കേക്കാണ്. ഷൂ അതിന്റെ തുടക്കേക്കാണ്. ഞങ്ങളുടെ അങ്ങനെ ഉള്ളിൽ കൂടെ അല്ലേ കുഴപ്പമില്ല. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. കേറി വന്നപ്പോ കടന്നുകൊണ്ടല്ലോ, ഒറ്റ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടാവല്ലേ? ഇവിടെ സ്റ്റോപ്പ് കിടന്നു വണ്ടിയാ, രണ്ട് റൂട്ടിലാ. എന്തോരം നേരം കിടന്നു. അങ്ങേക്ക് മാറ്റിടോ. അവരുടെ ചാർജ് ഇല്ലാന്ന് ഒരു ഇൻഡിക്കേറ്റർ പോലും. ഓ, കടന്നു കയറാൻ നോക്കിയായിരുന്നല്ലേ? കണ്ണണ്ണോ ചിലപ്പോ റോഡ് സൈഡാന്ന് വെച്ചാൽ റോഡിന് നടുവാന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ഓടിച്ച ആള്. പണിയിപ്പിക്കില്ല അമ്മമാരെ, കള്ളന്മാരാ. പൈസ ചാവന്മാർക്ക് പണിയന്മാർക്ക് ശമ്പളം കൊടുക്കില്ല. എന്നിട്ട് വഴിക്കിട്ട് കറിയാ. പിന്നെ വണ്ടി നടക്കാൻ നിർത്തിക്കാട്ട് അമ്മമാർ കിട്ടിപ്പോട്ടെ. കള്ളന്മാരെ നടക്കാൻ വേണ്ടി കണ്ടു മന്ത്രിക്ക് മോളിൽ നിന്ന് മന്ത്രിക്ക് വിളിക്കാം. അല്ല, വണ്ടി മാറ്റിടണ്ടേ? വണ്ടി മാറ്റി കഴിഞ്ഞാൽ പോലീസുകാരും ഗിരിസാരൊക്കെ വന്നാലേ കായസാർ പോകും. അയ്യോ പാവങ്ങൾ അരി മേടിക്കാൻ നടക്കുന്നവരാ മനസ്സിലാക്കണം. ഈ മൈനിൽ കൊണ്ടെടുക്കണേ ഞങ്ങൾ അത്താതെ മൈനൊക്കെ ഇട്ടല്ലേ ഞാൻ പറഞ്ഞ അരി മേടിക്കാൻ നടക്കണ അയ്യോ പാവങ്ങള് ഈ മൈനുകൾക്ക് ഈ അതില്ല കപ്പട ചേടാ, സീൻ സിറ്റുവേഷൻ ആണല്ലോ.
KSRTC ഇവിടെ കിടക്കായിരുന്നു റോഡിൽ. സൈഡിലാന്ന് വിചാരിച്ചിട്ട് ഓവർടേക്കാൻ നോക്കിയമാരാണ് ഈ വണ്ടിക്കാർ. അടിപൊളി. കുറച്ചധികം നേരമായിട്ട് പണി നടക്കണമായിരുന്നു KSRTC. വണ്ടി വിളിച്ചോ വിളിച്ചോ വണ്ടി വിളിച്ചോ സുഹൃത്തെ. ഏത് KSRTC ഡ്രൈവറാ ഇത്? മണിക്കൂർ എവിടെ കിടക്കണോ? ആരും തിരിഞ്ഞു നോക്കണ. KSRTC ഡ്രൈവറും ഇത് അതിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങായിരുന്നു. 1.5 മണിക്കൂർ അവിടെ നിൽക്കണ്ടാവുമാര്. അതിന്റെ അവിടെ ഉണ്ട്. അത് മാറ്റിടാൻ പോലും നോക്കിയില്ലേ? അതിലൊരു മാറ്റിടാൻ പോലും നോക്കിയില്ലേ? മാറ്റിടാൻ പോലും നോക്കിയില്ലേ? മാറ്റിയിടാനായിട്ട് ഒരു ഇൻഡിക്കേറ്റർ പോലും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻഡിക്കേറ്റർ പോലും ഇടാനില്ല. ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അത് തിരിഞ്ഞോളൂ. പുള്ളിയാണ് ഡ്രൈവർ. അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതന്നെ ഫ്രണ്ടില് മറ്റേ പുള്ളിയും ഡ്രൈവറും ഇരുന്നിട്ട് ആരൊക്കെ ഇരുന്നിട്ട് വിളിച്ചോണ്ടിരിക്കണ്ടായിരുന്നു വണ്ടി തട്ടി നോക്കി പറഞ്ഞിട്ട്. വണ്ടി കെട്ടിയതാണ്. പോലീസുകാർ വന്നിട്ട് ഇപ്പൊ പറയണത് വണ്ടി മാറ്റിടാൻ പറഞ്ഞിട്ട് പോലും മാറ്റിയിട്ടില്ല KSRTCയുടെ വണ്ടി. അപ്പൊ ബാക്കി വന്നിട്ട് തട്ടി. പോലീസുകാര് പറഞ്ഞാന്ന്. അപ്പൊ പോലീസുകാർ മുമ്പത്തെ പ്രാവശ്യം പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോ പോവാൻ പറഞ്ഞായിരുന്നു, വണ്ടി മാറ്റിട്ടോളെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെന്ന് പറയണത് കേട്ടെ. അതാ നിങ്ങൂരാ അപ്പൊ അതാണ് ആദ്യം തന്നെ ഇപ്പൊ ഡ്രൈവറിനോട് ചോദിച്ചത്. ഞാൻ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോ തന്നെ പറഞ്ഞാലേന്ന്. അതന്നെ അങ്ങനെ കേട്ടെ. പുള്ളിക്കാരൻ ഇപ്പൊ ഡ്രൈവറിനോട് പറയണ്ടായിരുന്നു വണ്ടി മാറ്റിയിട്ടിട്ട് എങ്ങനെയും ചെയ്യാൻ നോക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ്. ഈ വണ്ടിയെ സാറേ 4 മണിക്ക് കിടക്കണ വണ്ടിയാണ്. ഈ സമയം വരെയായിട്ട് ഇതുമ്പോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. 4 മണിക്ക് കിടക്കണ വണ്ടി ഇത്. എന്തെങ്കിലും എന്നിട്ട് ഇതിനൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ 4 മണിക്ക് എടുക്കണം. ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഒരു ഇൻഡിക്കേറ്റർ
ഇനി രാത്രി ആവാണെങ്കിൽ നല്ല സ്പീഡാണെങ്കിൽ മാറ്റണോന്നൊന്നും ഒരു ഇൻഡിക്കേറ്റർ ഇടാനുള്ള 4 മണിക്ക് ഇറങ്ങുന്നുണ്ട് 4 മണിക്ക് അതില്ലാന്ന് അവർക്ക് ഒരു ചാർജ്. പിന്നെ ഈ സാധനമൊക്കെ ഈ കാലടി ബ്ലോക്കുള്ള സമയത്ത് ഇത്രയ്ക്കും ബ്ലോക്കുള്ള സമയത്ത് കാലടി ഇത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും അനങ്ങാൻ പറ്റാത്തതാണ്. അതിന്റെ ഇടയ്ക്കാണ് നടുറോട്ടി വണ്ടി കിടക്കുന്നത്. അവരൊക്കെ ആരോട് പറയാ, ആർക്കും ഉത്തരവാദിത്തം. ഇപ്പോൾ ഇഷ്യൂസ് ഏകദേശം മനസ്സിലായിണ്ടാവുമല്ലോ. KSRTC ബസ് ഏകദേശം 4 മണി മുതൽ പണി കിട്ടി റോഡിന് നടുവിൽ കിടക്കാണ്. രാത്രിയായിട്ട് പോലും ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് പോലും ഇല്ലാതെയാണ് ഈ വണ്ടി നടുറോട്ടിൽ കിടക്കണേ. പിന്നെ ഈ ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. ഇൻഡിക്കേറ്റർ ലൈറ്റോ ഹസാർഡ് ലൈറ്റോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടി പണി കിട്ടി കിടക്കണത് ആരും ശ്രദ്ധിക്കുക പോലുമില്ല. നടു റോട്ടിലാണ് കിടക്കുന്നത്. ഇത്രയ്ക്ക് അശ്രദ്ധമായിട്ട് വണ്ടി കിടക്കുന്നത് കണ്ടിട്ട് ഒരു പുള്ളിക്കാരൻ ഫോണിൽ ലൈവ് എടുത്തിട്ട് ബസ്സിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് കണ്ടത് കണ്ടക്ടറും ബസ് ഡ്രൈവറും ഈ നടുറോട്ടിൽ കിടക്കുന്ന വണ്ടിയുടെ ഉള്ളിൽ കിടന്നിട്ട് ഉറങ്ങണം. ഇത് കണ്ടിട്ട് പുള്ളി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ വന്ന് ഈ വണ്ടി തട്ടി ആക്സിഡൻ്റ് ആവണേ. ഞാൻ വന്നപ്പോൾ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടായി. ആ ഇടിച്ച വണ്ടീനെ KSRTCയുടെ ബാക്കിൽ നിന്നിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കലായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്കും വെളിച്ചമൊന്നുമില്ലെങ്കിലും ആ പെട്ട് കിടക്കുന്നവരെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറത്തെടുക്കണമെന്ന് തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പോലീസ് 2-3 പ്രാവശ്യം ഇവരുടെ അപ്പുറത്തേക്കൂടെ ഇപ്പുറത്തേക്കൂടെയും പാസ് ചെയ്താണ്. ഇത് കണ്ടിട്ട് അവരോട് മാറ്റിയിടാനും കൂടി പറഞ്ഞാണ്. 4 മണി മുതൽ കിടക്കണതാണല്ലോ. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് മാറ്റിയിടാനായിട്ട് ഒരു ശ്രമം പോലും കണ്ടിട്ടില്ല. ഇവിടുത്തെ നാട്ടുകാരെല്ലാം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇത്രയ്ക്കും നേരവും വണ്ടി 4 മണി മുതൽ വണ്ടി കിടന്നിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നമില്ലാതെ ഇവർ കൂളായിട്ട് അകത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആ വണ്ടി മാറ്റിടാനുള്ള ശ്രമമോ ഒന്നും ഇവർ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ KSRTCയുടെ ഡിപ്പോയിൽ അവിടെ ഇങ്ങനെ വിളിച്ചിട്ടെങ്കിലും മാറ്റിടാനുള്ള വല്ല വഴിയെങ്കിലും ശ്രമിക്കണ്ടേ. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സംഭവം എന്തായാലും നിങ്ങൾ കണ്ടതാണ്. പോലീസ് വന്നു. എന്തായാലും അവർക്ക് വലിയ പരിക്കൊന്നും ഉണ്ടായില്ല. അവർ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ടുണ്ട്. ആ വണ്ടി ഇനി നടു റോട്ടിൽ അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ വേറെ വണ്ടി വന്ന് അതിൻ്റെ ബാക്കിൽ പിന്നെയും ചാവും. ഇവിടെ നടന്ന അപകടത്തിൻ്റെ മൊത്തത്തിലുള്ള സാരാംശമാണത്. ഞാനിവിടെ എത്തി കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ആയ കാര്യങ്ങളാണിത്. എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.